ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയരെ, ലളിത സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകത്തോടുകൂടെ നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ പഞ്ചവിംശതി ശ്ലോകഃ. അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയം ഉച്യത്തെ തസ്മാദേവം വിദിത്വൈനം നാനുശോചിതുമർഹസി. വീണ്ടും ആത്മാവിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ്. ഈ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും അഗോചരനും മാറ്റമില്ലാത്തവനുമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഉള്ളവനായിട്ട് ഇവനെ അറിഞ്ഞിട്ടു തന്നെ നീ അനുശോചിക്കാതിരിക്കണം. നോക്കൂ, അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന്, പറയപ്പെട്ടിരിക്കുന്നത് എന്നാണ്. അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനുമല്ല പറയുന്നത്, അതിനപ്പുറം ഏതോ ഒന്നിനാൽ പറയപ്പെട്ടിരിക്കുകയാണ്. അതായത് പൂർവ്വസൂര്യന്മാർ അന്നുമുണ്ട് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. നാമത്തിലേക്ക് വരാം. നാമം 469. വാമദേവി. വാമത്തിൽ ദേവസ്ഥാനത്തിരിക്കുന്ന ശക്തിയെ വാമദേവി എന്ന് വിശേഷിപ്പിക്കാം. വാമ എന്ന വാക്കിന് തല തിരിഞ്ഞത്, കഠിനമായത്, വൈരാഗ്യപരമായത്, താഴ്ന്നത്, പ്രിയപ്പെട്ടത്, മൃഗം, പെണ്ണൊട്ടകം, പെൺകഴുത, ഇടങ്കൈ, ഇടത്തുവാകം, സുന്ദരമായ, ആകർഷണീയമായ, അങ്ങനെ നിറയെ അർത്ഥങ്ങളുണ്ട്. ലളിതാ സഹസ്രനാമത്തിൽ 4 തവണയായിട്ടാണ് വാമം എന്ന നാമം വരുന്നത്. അതിൽ 2 നേരത്തെ വിശകലനം ചെയ്തിരുന്നു. അതായത് വാമനയനയും വാമകേശിയും. ഇനി വാമകേശ്വരിയാണ് വരാനുള്ളത്. സാന്ദർഭികമായിട്ടാണ് ഓരോ അർത്ഥവും ഈ സഹസ്രനാമത്തിൽ കടന്നു വരുന്നത്. ഇവിടെ വാമമായിട്ട് ആരാധിക്കപ്പെടുന്നവൾ, വാമമായിട്ട് പറക്കുന്നവൾ, ആകർഷകമായിട്ട് വന്ദനം ചെയ്യുന്നവൾ എന്നൊക്കെ പറയാം. കഴിഞ്ഞ നാമാർത്ഥങ്ങളുടെ തുടർച്ചയായിട്ട് മനനം ചെയ്യാം നമുക്ക്. അതായത് വജ്രേശ്വരി, സ്ഫോടനത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ഒക്കെ അനന്തരഫലമായിട്ട് ഇപ്പോൾ ആ പ്രപഞ്ചത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ അതൊരു മേഘരൂപമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെ ജീവികളിലേക്ക് വിഭാവനം ചെയ്യുമ്പോഴോ സൃഷ്ടിയുടെ പ്രയാണത്തിൽ വജ്രമായി പോയതിന് ഒരാധാരം ലഭിച്ചിരിക്കുകയാണ്. ഒരു ഗർഭപാത്രത്തിലാണെങ്കിൽ അത് തല തിരിഞ്ഞു കിടക്കുന്ന ശിശുവായിട്ട് മാറിയിട്ടുണ്ട്. വാമ എന്ന വാക്കിന് തല തിരിഞ്ഞ എന്നൊരർത്ഥം കൂടെയുണ്ട്. ഭൗതിക തലത്തിൽ മറ്റൊരു അർത്ഥവുമുണ്ട് കേട്ടോ. കുത്സിതമായ ആരാധനകളുള്ള ദേവി എന്നർത്ഥം. പല വിധത്തിലുള്ള ആരാധനകൾ നമുക്ക് സുപരിചിതമാണ്, അല്ലേ? അതിൽ നിന്ദ്യമായ തലത്തിലും ആരാധന ചെയ്യുന്നവരുണ്ട്. ചില വിഭാഗക്കാർ, ചില വ്യക്തികൾ, ഇവരൊക്കെ അതിൽപ്പെട്ടവരാണ്. ഇതിൽ സ്വാർത്ഥ താല്പര്യക്കാരായ വ്യക്തികളെ എടുക്കണ്ട, എന്നാൽ അത്തരം വിഭാഗക്കാരെ എടുക്കണം. ദുർദേവതമാരെ ആരാധിക്കുന്നവരും ഹീനമായ കർമ്മങ്ങൾ ചെയ്യുന്നവരും എല്ലാം ആ വിഭാഗത്തിൽ ഉൾപ്പെടും. യഥാർത്ഥത്തിൽ ഈ ചെയ്യുന്നതെല്ലാം തൻ്റെ ഉള്ളിലുള്ള വികല്പങ്ങളാണ്, അതിലൂടെ ഉരുത്തിരിയുന്ന സങ്കല്പങ്ങളാണ്. ദൈവം എന്നത് ഈ നാമത്തിലൂടെ ഒരിക്കൽ കൂടെ ആവർത്തിച്ചിരിക്കുന്നത് എന്താണ്? നമ്മുടെ സങ്കല്പം തന്നെയാണ് അത് എന്നാണ്. പക്ഷേ ഏതു സങ്കല്പത്തിലായാലും ലൗകികതയോട് വൈരാഗ്യം വരുമ്പോൾ മാത്രമേ ആരാധനയ്ക്ക് പ്രസക്തി ഉണ്ടാകുകയുള്ളൂ എന്നറിയണം. വാമം എന്നത് വൈരാഗ്യം കൂടെയാണ്. ഒപ്പം മറ്റുള്ള ഏതൊന്നിനും അത് ഹാനി വരുത്താത്തതും ആയിരിക്കണം. മറ്റൊരു തരത്തിൽ വാമദേവ ആരാധനയുടെ ആരാധനാമൂർത്തിയാണ് ഈ പ്രഭാവം എന്നുകൂടെ സങ്കല്പിക്കാം. വാമദേവിയാണ്, അല്ലേ? കൗളമാർഗ തത്പര സേവിത എന്ന നാമത്തിൽ ഇത് നമ്മളൊന്ന് തൊട്ടു വന്നിരുന്നു. ഒരു ഉപാസനാമൂർത്തി സങ്കല്പത്താൽ നിരന്തരമായി തങ്ങളുടെ മനസ്സിനെ ത്രാണം ചെയ്യുവാൻ പര്യാപ്തമായ ഉപാസന രീതിയാണ് വാമദേവ മാർഗത്തിലൂടെ ഉരുത്തിരിയുന്നത്. അതിന് സ്വീകരിക്കുന്ന ആസനം വജ്രാസനമാണ്. എന്താണ് വജ്രാസനം? 2 കാലുകളും മടക്കി പൃഷ്ഠത്തോട് ചേർത്ത് വെച്ച് പൃഷ്ഠം തറയിൽ മുട്ടിച്ചുകൊണ്ടിരിക്കുക. കൈപ്പത്തികളപ്പോൾ കാൽമുട്ടുകളുടെ പുറത്ത് കമഴ്ത്തി വയ്ക്കണം. അത്യന്തം ഏകാഗ്രത കിട്ടുന്ന ഒരു ആസനമാണ് വജ്രാസനം.
അന്താരാഷ്ട്ര യോഗ ദിനം നമുക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അല്ലേ. അപ്പോൾ ആസനത്തിലും നല്ല പ്രാധാന്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കൊച്ചുകുട്ടികളൊക്കെ ഈ വജ്രാസനത്തിൽ തീർച്ചയായിരുന്നു പോകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? വളരെ അനായാസമായിട്ടാണ് അവരിയ്ക്കുന്നത്. കഴിഞ്ഞ നാമത്തിലെ വജ്രേശ്വരിയെയും ഇതുമായിട്ട് ബന്ധപ്പെടുത്താട്ടോ. ഇനി നമുക്ക് ഭക്തി സരണിയിലൂടെ നോക്കാം. പഞ്ചരുദ്രന്മാരിൽ വാമദേവന്റെ പത്നിയെ വാമദേവി എന്ന് വിശേഷിപ്പിക്കുന്നു. സുന്ദരി, ശിവന്റെ അർദ്ധാംഗിനി എന്നെല്ലാം അപ്പോൾ മനനം ചെയ്യണം. രുദ്രൻ കാലാതീതമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് വാമവാദം കൊണ്ടാണ് എന്നാണ് സങ്കല്പം. ഈ ദേവി ഇടതുഭാഗത്ത് ശക്തിയായിട്ട് വിരാജിക്കുന്നത് മൂലമാണ് രുദ്രന് അതിനെല്ലാം സുസാധമായിട്ടുള്ളത്. ശരോവംശത്തിൽ പ്രസ്താവിക്കുന്ന ഈ ശ്ലോകം നോക്കൂ. യോ വാമപാദേന ജഘാനകാലം ഘോരം പപേധോ ഹാലാഹലം ദഹന്തം തസ്മൈ രുദ്രായ നമോസ്തു തസ്മൈ രുദ്രായ നമോസ്തു. തൻ്റെ ഇടത്തെ പാദത്താൽ കാലനെ നിഗ്രഹിച്ചവനും ഹലാഹലം എന്ന വിഷജ്വാല പാനം ചെയ്തവനുമായ രുദ്രനെ ഞാൻ നമിക്കുന്നു, രുദ്രനെ നമിക്കുന്നു. മാർക്കണ്ഡേയ നിഗ്രഹത്തിനായിട്ട് പുറപ്പെട്ട കാലനെ ഉന്മൂലനം ചെയ്യുവാൻ വാമിയായിട്ടുള്ള ദേവിയുമൊത്താണ് രുദ്രൻ പുറപ്പെട്ടത്. കൂടാതെ രുദ്രന്റെ വാമപാദത്തിൽ മിഴികൾ അർപ്പിച്ച വിഷ്ണുവിനെ പറ്റിയും ആ ഉപനിഷത്തിൽ പ്രസ്താവിക്കുന്നുണ്ട്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നാം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ താന്താങ്ങളിലുള്ള വാമശക്തിയെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം മഹത്വം ചേരേണ്ടത്. നമസ്കാര ശബ്ദം. ഓം വാമദേവി നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.